യോഗ്യവുമായ വചനം തന്നെ, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യനായവൻ. എല്ലാവരും യേശുവിനെ അംഗീകരിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരിലും പാപമുണ്ട്. പാപമില്ലാത്ത ഒരു മനുഷ്യനും ഇവിടെയില്ല. പാപത്തിലല്ലയോ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചത്? ജന്മ കർമ്മ പാപങ്ങളും ജന്മ കർമ്മ ശാപങ്ങളും ചുമക്കുന്ന പലരും ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ശുഷ്കാന്തി സംബന്ധിച്ച് പരീശൻ, സഭയെ ഉപദ്രവിച്ചവൻ, യഹൂദൻ, ഗമാലിയേലിന്റെ പാദപീഠത്തിൽ പഠിച്ചവൻ, തോറ ന്യായപ്രമാണം മുഴുവൻ അരച്ച് കലക്കി കുടിച്ചവൻ, തർസോസുകാരനായ ശൗൽ പറയുന്നു, പൗലോസ് പറയുന്നു, പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു. എനിക്ക് തോറ മുഴുവൻ അറിയാം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, പ്രാവചനികമായ ശബ്ദങ്ങൾ, വലിയ പ്രവാചകന്മാർ, ചെറിയ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനത്തിന്റെ ചുരുളുകൾ മുഴുവൻ എനിക്കറിയാം. എന്റെ അകത്ത് ഞാൻ പഠിച്ചതിലും അറിഞ്ഞതിലും ഒരു ശുഷ്കാന്തിയുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തു സഭയെ തകർക്കുവാൻ, സഭയെ മുടിക്കുവാൻ ശൗൽ, പൗലോസായി മാറിയ ശൗൽ ഇറങ്ങിത്തിരിച്ചത്. പക്ഷെ ആ മനുഷ്യൻ രക്ഷകനെ കണ്ടെത്തിയപ്പോൾ, വിമോചകനെ കണ്ടെത്തിയപ്പോൾ, വിടുവിക്കുന്നവനെ കണ്ടെത്തിയപ്പോൾ, ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ അംഗീകരിച്ചതിന്റെ കാരണം, യേശു എന്റെ ദൈവമായതിന്റെ കാരണം, എന്റെ മതങ്ങൾക്കോ എന്റെ മത സംവിധാനങ്ങൾക്കോ എന്റെ കുടുംബാംഗങ്ങൾക്കോ ഞാൻ വായിച്ചു പഠിച്ച തോറകൾക്കോ എന്റെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ കഴിഞ്ഞില്ല. പാപിയിൽ ഒന്നാമനായ എന്നെ യേശുവിന്റെ വിലയേറിയ രക്തം, ആ പരിശുദ്ധ രക്തം എന്നെ രക്ഷിച്ചു. Why I am worshiping my God Jesus? Why is my Savior and my Redeemer? എല്ലാവരും യേശുവിനെ അംഗീകരിക്കണം. ഒറ്റ കാരണമേ ഉള്ളൂ, എല്ലാവരും പാപികളാണ്. എല്ലാവരും യേശുവിനെ അംഗീകരിക്കണം. അതിൽ മതമില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, എല്ലാവരിലും ശാപങ്ങളും പാപങ്ങളും ഉണ്ട്. പാപികൾക്കായി രക്ഷകനായി ഭൂമിയിൽ വന്ന ഒരുവനേ ഉള്ളൂ, അത് യേശുവാണ്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ഇതുപോലൊരു കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, തീർക്കുന്നെങ്കിൽ തീർക്കട്ടെ, എന്നാലും പറഞ്ഞേച്ചേ പോവുള്ളൂ എന്ന നിലയിൽ അപ്പോസ്തല പ്രവൃത്തി 4:11-12 പത്രോസ് വിളിച്ചു പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അത് വിശ്വസിക്കുന്നവർ ആ കൈകളൊന്ന് അടിച്ച് മറ്റൊരുത്തനിലും നിങ്ങൾ ഈ ഭൂമിയിൽ കാണുന്ന മറ്റൊരുത്തനിലും, ഒരു ദേവന്മാരിലും, ഒരു ശക്തികളിലും, ഒരു മതത്തിലും, ഒരു സംഘടനയിലും നിനക്ക് രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവും ഇല്ല. അതുകൊണ്ട് ഒരിക്കലായി എന്നേക്കുമായി. എനിക്ക് ആ വാക്ക് എബ്രായർ 9:12 എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്കാണ്, വാക്യമാണ്. ഒരിക്കലായി എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം നിങ്ങളെ വീണ്ടെടുത്തോ? യേശുവിന്റെ രക്തം നിങ്ങളെ കഴുകിയോ? യേശുവിന്റെ രക്തം നിങ്ങളിലേക്ക് ഒഴുകിയോ? അത് പാപമില്ലാത്ത രക്തമാണ്, അത് പരിപാവനമായ രക്തമാണ്, അത് പരിശുദ്ധമായ രക്തമാണ്, അത് വീണ്ടെടുത്ത രക്തമാണ്, അത് സംസാരിക്കുന്ന രക്തമാണ്, അത് വിലയേറിയ രക്തമാണ്.
അത് പുണ്യാഹ രക്തമാണ്. അത് പൈശാചിക മേഖലകളെ തകർക്കുന്ന രക്തമാണ്. അത് രോഗികളെ സൗഖ്യമാക്കുന്ന രക്തമാണ്. അത് ബന്ധനങ്ങളെ അടിക്കുന്ന രക്തമാണ്. അത് വിമോചനം തരുന്ന രക്തമാണ്. The precious blood of Jesus. Amen. Hallelujah. Oh, I'm feeling the anointing. Amen. I'm feeling the anointing. Thank you, Holy Spirit. What is the reason? എത്ര പേരുടെ ജീവിതത്തിൽ ഒരു വിമോചനം ആഗ്രഹിക്കുന്നു, ഒരു വിടുതൽ ആഗ്രഹിക്കുന്നു? എൻ്റെ പ്രിയ മക്കളെ, എൻ്റെ പ്രിയ കൂടപ്പിറപ്പെ, എൻ്റെ സഹോദരങ്ങളെ, എനിക്കറിയാം കർത്താവിനെയും എൻ്റെ ശുശ്രൂഷയെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളാണ് നീ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുന്നത്. എൻ്റെ പ്രിയ മക്കളോടെന്ന വേണം ഞാൻ ചോദിക്കുന്നു, നിങ്ങളിൽ എത്ര പേരുടെ ജീവിതത്തിൽ ഒരു വിമോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഒരു വിടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു? ബൈബിൾ നമുക്ക് തരുന്ന ഒരു സത്യമുണ്ട്, ഒരു ഉപദേശമുണ്ട്, ഒരു വാഗ്ദത്തമുണ്ട്. എബ്രായർ 9:22 ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. എബ്രായർ 9:22 സകലവും രക്തത്താൽ, പറഞ്ഞേ സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ശകലമല്ല, ഉറക്കെ പറഞ്ഞില്ല, ശകലമല്ല, ഒരു പാർട്ടല്ല, ഒരു ഭാഗമല്ല, സകലവും, സർവവും. മൈ ബോഡി, മൈ സ്പിരിറ്റ്, മൈ സോൾ, my family, my children, everything. സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ബൈബിൾ പറയുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഫ്രീഡം, വിമോചനം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ വേദപുസ്തകത്തിൽ, ബൈബിളിൽ രക്തം വീണ പല സ്ഥലങ്ങളുണ്ട്, പല സംഭവങ്ങളുണ്ട്. വേദപുസ്തകത്തിനകത്തെ ആദ്യത്തെ രക്തച്ചൊരിച്ചിൽ, ഫസ്റ്റ് ടൈം ഇൻ ദ ബൈബിൾ, ആദ്യമായി ബൈബിളിൽ ആരുടെ രക്തമാണ് ഈ ഭൂമിയിൽ വീണെന്ന് നിങ്ങൾക്കറിയോ? ഹാബേൽ. എന്നാൽ ആ ഉത്തരം തെറ്റാണ്. ആ ഉത്തരം തെറ്റാണ്. ഹാബേലിന്റെ രക്തം ഏദനിൽ വീഴുന്നതിന് മുൻപ് മറ്റൊരു രക്തച്ചൊരിച്ചിൽ ഏദനിൽ ഉണ്ടായി. അപ്പോൾ നിങ്ങൾ ചോദിക്കൂ, ആകെയുള്ളത് ആദവും ഹവ്വയും പിന്നൊരു കയീനും ഹാബേലും ആണല്ലോ, മൊത്തം 4 പേരെ ഉള്ളല്ലോ. പിന്നെ ആരുടെ രക്തമാണ് ഏദനിൽ വീണത്? ആ രക്തം എന്തിന്റെ നിഴലായിരുന്നു? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ ബൈബിൾ പറയുന്നു, ജെനസിസ് ചാപ്റ്റർ 3:21, യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ധരിപ്പിച്ചു. The Lord God made coat of skin and clothed them. Hallelujah. Skin. Amen. Amen. ഒരു മൃഗത്തിന്റെ സ്കിന്ന്, തൊലി ഊരി മുഴുവനായി വലിച്ചെടുത്ത് മനുഷ്യനെ ഉടുപ്പിക്കണമെങ്കിൽ ഹാബേലിന് മുൻപേ ആ ഏദനിൽ ഏതോ ഒരു ആട്ടുകൊറ്റൻ, ഏതോ ഒരു കാളക്കിടാവ് യാഗമായിട്ടുണ്ട്. ഒരു മൃഗത്തെ കൊല്ലാതെ രക്തം പുറത്തു വരാതെ തോലെടുക്കാൻ കഴിയില്ല.
Yes. Amen. ഹല്ലേലൂയ. Hallelujah. കാരണം ഇപ്പോൾ ആദവും ഹവ്വയും ഉടുത്തിരിക്കുന്ന വസ്ത്രം, പാപം ചെയ്ത മനുഷ്യന്റെ തേജസ് നഷ്ടപ്പെട്ട് അവൻ ഉടുത്തിരിക്കുന്ന വസ്ത്രം ഇലകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഓരോ ദിവസം കഴിയുന്തോറും പുതിയതുണ്ടാക്കണം. കാരണം ഇല വാടിപ്പോവും. ഇല വാടിപ്പോവും. ഇത് തിരിച്ചറിഞ്ഞ ദൈവം, എൻ്റെ അപ്പായുടെ മനസ്സെത്ര വലുതാണ്. മനുഷ്യന്റെ നഗ്നത മറയ്ക്കാൻ വാടിപ്പോകാത്ത ഒന്ന് വേണം. അതിനുവേണ്ടി ആ ഏദനിലുള്ള ഏതോ ഒരു ആട്ടുകൊറ്റനെ, ഏതോ ഒരു കാളക്കിടാവിനെ കർത്താവ് യഹോവയായ ദൈവം അതിനെ യാഗമാക്കി അതിൻ്റെ തോലെടുത്ത് മനുഷ്യനെ ഉടുപ്പിച്ചെങ്കിൽ, മനുഷ്യന്റെ നഗ്നത മാറ്റാൻ, മനുഷ്യനെ കവർ ചെയ്യാൻ, അവനെ ഫ്രീ ആക്കാൻ, അന്ന് അവിടെ ഏദനിൽ ആ രക്തം കൊടുത്ത ആടില്ലേ, അത് യേശുവിന് നിഴലായിരുന്നു. അത് യേശുവിന് നിഴലായിരുന്നു. Amen. Yes. Hallelujah. First blood trophies happened there. Amen. Thank you, Holy Spirit of the Lord. Amen. കാരണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. Genesis chapter 4. Genesis chapter 4. ഉൽപ്പത്തി 4, 2, 3, 4, 5 വാക്യങ്ങൾ. പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കയീൻ കൃഷിക്കാരനുമായി തീർന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിക്കൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്ന് യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ദൈവം ഒരു തരത്തിൽ, 2-3 കാരണങ്ങൾ ഇതിനുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചത്? കാരണം കയീൻ ദൈവസന്നിധിയിൽ അർപ്പിച്ചത് വെജിറ്റബിൾസ് ആണ്, പച്ചക്കറികളാണ്. നിങ്ങൾ ആരെങ്കിലും കുമ്പളങ്ങ മുറിച്ചപ്പോൾ, തക്കാളിക്ക മുറിച്ചപ്പോൾ രക്തം വന്നായിരുന്നോ? ആരെയും കാണുന്നില്ലല്ലോ. ഹല്ലേലൂയ. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. എന്നാൽ ഹാബേൽ അർപ്പിച്ചത് ആട്ടുകൊറ്റനെയാണ്. ശരിക്കും ക്രിസ്തുവിന് നിഴലായി ഒരാട്ടുകൊറ്റൻ അവിടെ എവിടെയൊക്കെ സാക്രിഫിഷ്യൽ ഓഫറിങ്സ്, യാഗങ്ങൾ എവിടെയെല്ലാം നടന്നിട്ടുണ്ടോ ബൈബിളിൽ, ആ യാഗങ്ങളെല്ലാം വരുവാനുള്ള ക്രിസ്തുവിൻ്റെ യാഗത്തിന് ഷാഡോ ആയിരുന്നു, നിഴലായിരുന്നു.